PSC പരീക്ഷാ ക്രമക്കേടിൽ ഉന്നതരും അന്വേഷണ പരിധിയിലെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. കേരള PSCയുടെ തലപ്പത്തുള്ള പലരും നിയമത്തിന് മുന്നിൽ വരേണ്ടി വരും. PSCയുടെ വിശ്വാസ്യത തകർന്നതായും ആഭ്യന്തരമന്ത്രി കൂട്ടിച്ചേർത്തു. നവീകരിച്ച തെക്കുംഭാഗം കോൺഗ്രസ് ഭവൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. PSC പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലൂടെ കേരള PSCയുടെ തലപ്പത്തുള്ള പലരും നിയമത്തിനു മുന്നിൽ വരേണ്ടി വരുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. നവീകരിച്ച ചവറ തെക്കുംഭാഗം കോൺഗ്രസ് ഭവൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. PSCയുടെ വിശ്വാസ്യത തകർന്നിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് ലഹരി മാഫിയയെ തുടച്ചു നീക്കും വരെ ഓപ്പറേഷൻ തൂഫാൻ മുന്നോട്ടു പോകും. ലഹരിമരുന്ന് കച്ചവടവുമായി ഏതു പാർട്ടിക്കാർ ഇറങ്ങിയാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. നിയമത്തിന്റെ വഴിയെ പോകും. കേരളീയർക്ക് ഇതുപോലെ ഐശ്വര്യപൂർണമായ ഓണം ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. PSCയുടെ പരീക്ഷ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളൊക്കെയാണ്. അതുകൊണ്ട് അന്വേഷിക്കുന്നത് ക്രൈംബ്രാഞ്ച് ആയതുകൊണ്ട് എന്റെ മന്ത്രി എന്ന നിലയിൽ ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. പക്ഷേ ഈ അന്വേഷണത്തിലൂടെ കേരള PSCയുടെ തലപ്പത്തുള്ള പലരും നിയമത്തിന്റെ മുമ്പിൽ വരേണ്ടി വരുമെന്നുള്ള കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പരീക്ഷയുടെ വിശ്വാസ്യത തകരുന്നു. PSCയുടെ വിശ്വാസ്യത തകരുന്നു. നീറ്റ് പരീക്ഷ എഴുതിയ കുട്ടികൾക്ക് ഉണ്ടായ പ്രയാസം, അവർക്ക് നേരിടേണ്ടി വന്ന ദുഃഖം, അത് താങ്ങാൻ കഴിയാതെ 9 പേരാണ് ഈ നീറ്റ് പരീക്ഷയ്ക്ക് ശേഷം ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്ത കുട്ടികൾ. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ഇന്ത്യയിലെ പരീക്ഷാ സമ്പ്രദായത്തെ തകർത്തു. അവസാനം വിദ്യാഭ്യാസ മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നില്ലേ? ഇതെല്ലാം ജനങ്ങൾ കാണുകയല്ലേ? രാജ്യത്തെ ഭാവി തലമുറയുടെ ഭാവി സുരക്ഷിതമാക്കേണ്ട പരീക്ഷാ സമ്പ്രദായം പോലും തകർത്ത് തരിപ്പണമാക്കി RSSും BJPയുടെയും താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന ഒരു ഗവൺമെന്റ്. ഈ ഗവൺമെന്റിനെതിരെയുള്ള പോരാട്ടം നമുക്ക് ശക്തിപ്പെടുത്തണം. നാട്ടിലെ ജനങ്ങൾക്ക് ഇതുപോലെ ഐശ്വര്യപൂർണമായ ഒരു ഓണം ഉണ്ടായിട്ടുണ്ടോ? ആരെങ്കിലും സമരം ചെയ്യുന്നുണ്ടോ ഈ ഓണക്കാലത്ത്? ആനുകൂല്യങ്ങൾ കിട്ടാത്ത ഏതെങ്കിലും ഒരു വിഭാഗമുണ്ടോ ഈ ഓണക്കാലത്ത്? കോൺഗ്രസ് ഓഫീസുകൾ പൂർണ്ണമായും ജനസേവന കേന്ദ്രങ്ങളാകുമ്പോൾ മറ്റ് പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവരുടെ ഓഫീസുകൾ ആയുധപ്പുരകളാക്കി മാറ്റുന്നു. പാർലമെന്റിൽ എത്താതിരുന്ന പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒടുവിൽ വന്ദേമാതരം പാടാനാണ് എത്തിയതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. മന്ത്രി ഷിബു ബേബി ജോൺ ഓഡിറ്റോറിയത്തിന്റെയും NK പ്രേമചന്ദ്രൻ MP ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. A. ആന്റണി സ്മൃതി മണ്ഡപം DCC അധ്യക്ഷൻ P. രാജേന്ദ്ര പ്രസാദ് അനാച്ഛാദനം ചെയ്തു. മേയർ AK ഹഫീസ്, മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ കോയിവിള രാമചന്ദ്രൻ, കോലത്ത് വേണുഗോപാൽ, K. സുരേഷ് ബാബു എന്നിവരെ ആദരിച്ചു. മണ്ഡലം പ്രസിഡന്റ് DK അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. അവിസ്മരണീയമായ ഒരു മുഹൂർത്തമാണ്. നമ്മുടെ മുൻഗാമികൾ തുടങ്ങിവെച്ച കോൺഗ്രസ് ഭവൻ എന്ന ആശയം പൂർത്തീകരിച്ച നിമിഷം. അഷ്ടമുടിക്കായലിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രകൃതി സൗന്ദര്യമുള്ള നമ്മുടെ ഗ്രാമത്തിൽ മൂവർണ്ണക്കുടിയുടെ പരിലാളനമേറ്റ് തലമുയർത്തി നിൽക്കുന്ന കമനീയമായ കോൺഗ്രസ് ഭവന്റെ ഈ ഉദ്ഘാടന വേളയിൽ നമ്മൾക്ക് ഏവർക്കും അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ്. നമ്മുടെ പാർട്ടിക്ക് വേണ്ടി ജീവത്യാഗം രക്തസാക്ഷിത്വം വരിച്ച നമ്മുടെ അനശ്വര രക്തസാക്ഷി ശ്രീ A. ആന്റണിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ 1000 അശ്രുപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇവിടെ ഈ മഹനീയമായ ചടങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഹൃദയാഭിവാദ്യം നേർന്നുകൊണ്ട് DCC സെക്രട്ടറി P. ജെർമിയാസ്, R. അരുൺരാജ്, R. ജയകുമാർ, മേച്ചെഴുത്ത് V. ഗിരീഷ് കുമാർ, തങ്കച്ചി പ്രഭാകരൻ, CR സുരേഷ്, ഷംല നൌഷാദ്, V. അനിൽകുമാർ, KR രവി, K. പ്രഭാകരൻ പിള്ള, P. ടൈറ്റസ്, P. മഞ്ജു, L. താര, ബീന കൃഷ്ണൻ, ശ്യാംകുമാർ, അതുൽ തകടിവിള, ഷാജി ചക്കിനാൽ, ശ്രീകുമാർ ശ്രീലകം തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, ചവറ.